പ്രതാപകാലത്ത് 20,000-ഓളം തൊഴിലാളികളും 350-ഓളം വ്യാവസായിക യൂണിറ്റുകളും ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ വൈരക്കൽ മേഖലയിൽ. കോടികൾ ലാഭം കൊയ്യാവുന്ന ഈ ബിസിനസ് രംഗം ഇന്ന് പക്ഷേ പിടിച്ചു നിൽക്കാൻ പോലും പാടുപെടുകയാണ്. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കേച്ചേരിക്കടുത്ത് കൈപ്പറമ്പാണിത്. ആഗോളതലത്തിൽ ഡയമണ്ടിന് ഡിമാൻഡ് കൂടുമ്പോൾ കൈപ്പറമ്പുകാർക്ക് എന്ത് കാര്യം എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ഡയമണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമെത്തിക്കുന്നതിൽ ഈ പ്രദേശക്കാരുടെ കൈമിടുക്കുണ്ട്. 1960-കളിലാണ് കൈപ്പറമ്പ്, മുണ്ടൂർ തുടങ്ങിയിടങ്ങളിൽ വൈരക്കൽ വ്യവസായം വേരുറപ്പിക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അസംസ്കൃത വൈരക്കൽ എത്തിക്കുന്നത്. ഇത് ഉരച്ചു മിനുക്കി പൂർണ്ണ ഡയമണ്ട് ആക്കുന്നതാണ് ഇവരുടെ ജോലി. ഹൈസ്കൂൾ അധ്യാപകരെക്കാൾ ശമ്പളം ഇവിടുത്തെ കല്ലറ തൊഴിലാളികൾക്കുണ്ടായിരുന്നു. ഒരു കാലത്ത് പലരും സ്കൂൾ വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ച് ഈ മേഖലയിലേക്ക് തിരിഞ്ഞു. എന്നാൽ പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ് ഈ വ്യവസായം. എല്ലാ ആവശ്യത്തിനും കിട്ടാല്ല. ഇപ്പോൾ അത് പണിക്കാരും കിട്ടാല്ല, പണിക്കാരും കുറവാണ്. കല്ലില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിൽ വേറെ കമ്പനി നടത്തിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ കാലത്തിനനുസരിച്ച് ആധുനിക ഉപകരണങ്ങൾ എത്തിയപ്പോൾ ഇവിടുത്തുകാർ പിന്നിലായി. മുണ്ടൂർ, കൈപ്പറമ്പ് മേഖലയിൽ മാത്രം നിലനിന്നിരുന്ന തൊഴിലാളികളുടെ എണ്ണം 25,000-ൽ നിന്നും 1000-ലേക്കും യൂണിറ്റുകളുടെ എണ്ണം 320-ൽ നിന്ന് 35-മായി കുറഞ്ഞു. പലരും മുംബൈയിലേക്കും സൂറത്തിലേക്കും കുടിയേറി. പിടിച്ചു നിൽക്കാനാകാത്തവരിൽ പലരും കൂലിപ്പണിക്ക് പോയി. വൻ ശമ്പളം വാങ്ങിയിരുന്നവർ കാലക്രമേണ സെക്യൂരിറ്റി ജോലിയിലേക്ക് വരെ മാറേണ്ടി വന്നു. ഇത് ജോലിയിൽ നിന്ന് വിടാണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജോലി വളരെ കഠിനമായിട്ടുള്ള ജോലിയെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള തൊഴിലാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തൊഴിലുണ്ടാവും. കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്ക് ഈ തൊഴിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിലിൽ പൊടി വളരെ ഹാർഡായിട്ടുള്ള വസ്തുവാണ് വൈരക്കല്ല്. അതിൽ നിന്നുണ്ടാകുന്ന പൊടി ഒരു മാസ്ക് പോലും ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും വർഷം ഈ ജോലി ചെയ്തത്. അതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഇതൊക്കെ മൂലമാണ് വിട്ടത്. വൈരക്കൽ ഉരച്ച് പേരെടുത്ത നിരവധി നാട്ടിൻപുറങ്ങളുണ്ട് ഇവിടെ. കൈപ്പറമ്പിനടുത്ത് കല്ലൊര വഴി എന്നൊരു സ്ഥലമുണ്ട്. കല്ലൊരയ്ക്കുന്നവരുടെ വഴി എന്നാണ് അതിനർത്ഥം. പക്ഷേ അപൂർവം പേർ മാത്രമേ ഇന്ന് ഈ മേഖലയിലുള്ളൂ. പലരും കുടുംബം പുലർത്താനെന്ന് ഓട്ടോ ഓടിക്കുകയാണ്. 25 വർഷം മുന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന്റെ കാരണം അന്നത്തെ ചെറുപ്പക്കാര് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈരക്കല്ലിലേക്കാണ് കൂടുതൽ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂലിയും കിട്ടും, പെട്ടെന്ന് പണി പഠിക്കാൻ കഴിയും. ഒരു 1-1.5 മാസം കൊണ്ട് പണി പഠിക്കാം. അത് കഴിഞ്ഞ് നല്ല ശമ്പളമാണ്. ആ ശമ്പളം പണി പഠിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത്, ബോംബെ അങ്ങനെ അവിടെങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശമ്പളമായിരുന്നു. പിന്നീട് അതിങ്ങനെ പണിയില്ലാതെ ആയി തുടങ്ങി. അതായത് ഇവിടേക്ക് വിതരണക്കാർ തന്നെ കുറഞ്ഞു തുടങ്ങി. മറ്റത് 2-4-5 പാർട്ടികളുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരു ഒറ്റ പാർട്ടിയായി വിതരണക്കാർ കല്ലിന്റെ. അപ്പൊ അങ്ങനെ കല്ല് മുട്ടിച്ച് കിട്ടാതായപ്പോ പിന്നെ പണി ഇല്ലാതെ വരുന്നു. ഒന്നൊരാളെ പണിയായത്. അപ്പൊ അങ്ങനെ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു. ഇന്നും സൂറത്തിലെ വൈരക്കൽ വ്യവസായം നിയന്ത്രിക്കുന്നത് തൃശൂരിലെ കൈപ്പറമ്പുകാരാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ മതിയായ പരിഗണന ഈ വ്യവസായത്തിനും തൊഴിലാളികൾക്കും ലഭിക്കുന്നില്ല. തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയതിനു ശേഷമായിരുന്നു ഈയിടെ ശമ്പളം പോലും വർദ്ധിപ്പിച്ചത്. മതിയായ യന്ത്രങ്ങളില്ലാത്തതോടെ ഭേദപ്പെട്ട ശമ്പളം നൽകാൻ വ്യവസായികൾക്കും ആകുന്നില്ല. ഇതോടെ കമ്പനികൾ പൂട്ടുന്നതിന്റെ വേഗതയും വർദ്ധിച്ചു. എന്നാൽ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പഠിച്ച ചിലരെങ്കിലും ഇന്നും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്.
നമ്മുടെ കഴിവിനനുസരിച്ച് മുതൽ മുടക്ക് നമ്മുടെ ഗുജറാത്തികൾ നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗുജറാത്തികൾ നമുക്ക് ഇത് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് തരും. റഫ് ഡയമണ്ട് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ മുതൽ മുടക്ക് നമുക്ക് എത്രയും വേണമെങ്കിൽ ക്രെഡിറ്റ് തരുമ്പോൾ നമ്മളത് എല്ലാം പണിത് ഫിനിഷിങ് ചെയ്ത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് പൈസ കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായില്ലേ. ഫുൾ മുതൽ മുടക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ക്രെഡിറ്റ് മൂലം ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഡയമണ്ടിന് പ്രാധാന്യം വർദ്ധിക്കുകയാണ്. എളുപ്പത്തിൽ വൻ ലാഭം കൊയ്തെടുക്കാനാവുന്ന മേഖലയാണിത്. വളരെ കുറഞ്ഞ സ്ഥലം മാത്രം മതി ഒരു യൂണിറ്റിന്. വൈരക്കൽ മേഖലയെ നിലനിർത്താൻ സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്ന ആവശ്യം ശക്തമാണ്. മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാനായി നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകളിലൂടെയാണ് 93 മെയ് മാസത്തിൽ ഇത്തരമൊരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടൊരു പഠനം നടത്തിയത്. ആ പഠനത്തിൻ്റെ ഭാഗമായി പല നിർദ്ദേശങ്ങളും അതിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വൈരക്കൽ വ്യവസായ മേഖലയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിനും കുടിൽ വ്യവസായങ്ങൾക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ഡയമണ്ട് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള HDCയുടെയും DTCയുടെയും ഫ്രാഞ്ചൈസികൾ കേരളത്തിൽ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടായി. എന്നാൽ ഇന്ന് 21 വർഷം പിന്നിട്ടിരിക്കുകയാണ് അത്തരം ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ട്. അതിനെക്കുറിച്ച് ഇതുവരെയും മാറി മാറി അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാരുകൾ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. പോളിഷ് ചെയ്ത ഒരു ക്യാരറ്റ് വൈരക്കല്ലിന് ശരാശരി 50,000-ഓളം രൂപ വില വരും. വിൽപ്പനയിലെത്തുമ്പോൾ ഇതിലും കൂടും. ഇവിടെ പോളിഷ് ചെയ്യുന്ന വൈരക്കല്ലിന്റെ ശരാശരി വലിപ്പം 2 സെന്റാണ്. 2 സെന്റ് വൈരക്കല്ലിന് 1000 രൂപയോളം വരും. പക്ഷേ തൊഴിലാളികൾക്ക് ഇത് നിർമ്മിക്കുന്നതിന് ലഭിക്കുന്നത് 30 രൂപ മാത്രമാണ്. ഞാനൊരു 30 വർഷത്തോളം ഈ കല്ലറ പഠിച്ചിട്ട് ഇതുവരെ ആദ്യമൊക്കെ പണ്ട് പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിവസം പണിയില്ല. ഒന്നാമത് കൂലി കുറവ്, പഴയ കാലത്തിനനുസരിച്ചുള്ള കൂലി വർധനവ് ഇതിലില്ല. പിന്നെ ഇപ്പോൾ ഈ വേറെ ജോലിക്ക് വേണം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണം. ഞാൻ ഓട്ടോ ഓടിക്കണം, എന്നിട്ട് പണിക്ക് വരുന്നത്, അതിന് ശേഷം ഓട്ടോ ഓടിക്കണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജീവിച്ചു വേണം. പിന്നെ വേറെ ആനുകൂല്യങ്ങളൊന്നും ഇതൊന്നുമില്ല. കൊല്ലത്തിലെ ഈ യൂണിയൻ തീരുമാനിക്കുന്ന ഒരു ബോണസ് എന്ന നിലയ്ക്ക് ഒന്ന് കിട്ടും, അല്ലാണ്ടൊന്നുമില്ല. പിന്നെ ഫുള്ളായിട്ട് മാസത്തിൽ ഫുള്ളായിട്ട് പണി കിട്ടില്ല. ചില ദിവസങ്ങളിൽ ഫുള്ളായിട്ട് പണി ഉണ്ടാവില്ല. കാഴ്ചശക്തിക്ക് പ്രാധാന്യമേറെയുള്ള ജോലിയാണിത്. 40 വയസ്സോടടുക്കുമ്പോഴേക്കും കാഴ്ച മങ്ങുന്നതാണ് തൊഴിലാളികളുടെ അനുഭവസാക്ഷ്യം. ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയും. അപ്പോൾ അങ്ങനെ കാഴ്ച കുറയുന്നവർക്ക് ഇത് തൊഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത് പിന്നെ മന്ദഗതിയിലേക്ക് വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ. ഒരുവിധ തൊഴിൽ സുരക്ഷയുമില്ലാത്ത ഈ മേഖലയിൽ നിന്ന് പുരുഷന്മാർ പൂർണ്ണമായും പിൻവാങ്ങി തുടങ്ങുകയാണ്. സ്വർണത്തിൽ ഡയമണ്ട് പതിക്കുന്നത് കേരളത്തിൽ 40% വർദ്ധിച്ചു. പക്ഷേ പുറത്തുനിന്നും ഡയമണ്ട് വാങ്ങേണ്ട ഗതികേടിലാണ് ഇന്നും കേരളം. ജലപരിമിതിയും മലിനീകരണവുമാണ് കേരളത്തിലെ വ്യവസായങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ചിലത്. എന്നാൽ മലിനീകരണം പേരിന് പോലുമില്ലാത്ത വൈരക്കൽ മേഖലയെപ്പോലുള്ളവയെ സംരക്ഷിക്കാൻ സർക്കാരിന് തീരെ താല്പര്യമില്ല എന്നാണ് ഇതിൻ്റെ ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്.